വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ കയ്യിൽ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ സ്കെച്ച് പെൻസ് ഉണ്ടോ? എന്നാൽ ഇത് വെച്ച് കിടുക്കാച്ച ഒരു ഐറ്റം ഉണ്ട്. ഞാൻ ഈ സാധാ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ഇതുപോലൊരു കിടിലൻ ഡ്രോയിങ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് കണ്ടിട്ട് ഹെവിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഈസി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് എങ്ങനെ ചെയ്തതെന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം തന്നെ വരയ്ക്കാനുള്ള പേപ്പറിന് 4 ചുറ്റും ഞാൻ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചെടുക്കണം. മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ ലൈൻ കൃത്യമായിട്ട് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ ഈ ഔട്ട്ലൈൻ ഇടാൻ നിങ്ങൾ ഇത് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കി വരയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സ്ലൈസ്ഡ് ഓറഞ്ചിൻ്റെ ഔട്ട്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്നാണെങ്കിൽ കിട്ടും. അതിനുശേഷം അകത്ത് പോർഷനിൽ ഇതുപോലെ യെല്ലോ കളർ അടിച്ചെടുക്കുക. ഇത് ഫുള്ള് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് സ്റ്റെപ്പ്. അകത്ത് ഫുള്ള് ഇങ്ങനെ യെല്ലോ കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് പുറത്ത് ഇങ്ങനെ ഔട്ട്ലൈനായിട്ട് ഒരു ഓറഞ്ച് സ്കെച്ച് പെൻ വെച്ചിട്ട് കൊടുക്കുക. എല്ലാത്തിൻ്റെ ഇങ്ങനെ ഓറഞ്ച് സ്കെച്ച് പെൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ യെല്ലോ നമ്മൾ അടിച്ചില്ലേ, ആ പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ ബോർഡർ നമ്മൾ ഒരു ഷെയ്ഡ് കൊടുക്കണം ഓറഞ്ച് വെച്ചിട്ട്. എന്നാൽ ഷെയ്ഡ് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് ഇറച്ചി നിൽക്കാതിരിക്കും. അതിൻ്റെ പുറത്തൂടെ യെല്ലോ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. അത് ഇങ്ങനെ ബ്ലെൻഡായിട്ട് കിട്ടും. നമുക്കൊരു ഒറിജിനാലിറ്റി ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഈ സ്റ്റെപ്പ് എല്ലാവരും സ്കിപ്പ് ചെയ്യരുത്, എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തോന്നുന്നതാണ് പാടാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പം നമ്മൾ അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാ സ്കെച്ച് പെൻ അല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുണ്ടിളകി വരുന്ന കണക്കൊക്കെ തോന്നും. പക്ഷേ അത് നമ്മൾ ലാസ്റ്റ് തൂത്തിളങ്ങിയാൽ മതി. കാര്യം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പലരും ഈ ബ്രഷ് പെന്നിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും കൈ ബ്രഷ് പെൻ കാണണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നടുക്കത്തെ ആ ഭാഗത്തൊക്കെ ഒരു ബോർഡർ പോലെ വരുന്ന രീതിയിൽ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ച് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് സ്കെച്ച് പെൻ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്താൽ ഒരു ഡാർക്ക് തീമിലുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ സാധാ ഒരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡിങ്ങും കൂടെ കൊടുക്കണം. അതായത് ഒരെണ്ണത്തിൻ്റെ താഴെയാണ് മറ്റേതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷാഡോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത്, വൈറ്റ് ജെൽ പെൻ എന്ന് പറയും. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻറ്റും പിന്നെ ബ്രഷ് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, പോയിൻറ്റഡ് ബ്രഷ് തന്നെ എടുക്കുക. തിന്നായിട്ടുള്ള ഇത് വരയ്ക്കണം. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് യൂസ് ചെയ്തിട്ട് ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഔട്ട്ലൈൻ അല്ല, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിയുമ്പോൾ തീർന്നു. ഇത്രയുള്ള പരിപാടി. മാസ്കിൻ ടേപ്പിളക്കി എടുത്ത് നീറ്റായിട്ടുള്ള നല്ല അടിപൊളി സ്ലൈസ്ഡ് ഓറഞ്ചിൻ്റെ കിടിലൊരു ഡ്രോയിങ് കിട്ടും. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിടിലാണ്. നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. നിങ്ങൾ ഇത്ര നന്നായിട്ട് വരച്ചോ എന്ന് നിങ്ങൾക്ക് തോന്നും. നേരിൽ കാണുന്നതിനെക്കാട്ടി അടിപൊളിയാണ് കാണാനായിട്ട്. എല്ലാവർക്കും ഈ അടിപൊളി ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലൈസ്ഡ് ഫ്രൂട്ട്സിൻ്റെ ഇനിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.